friends, welcome to my recipe corner. അപ്പോൾ ഇന്ന് ഞാൻ ചോറിനുള്ള ഒരു സൂപ്പർ സൈഡ് ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയ വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഊണിന് വേറെ ഒരു കറിയും വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതിനായി ആദ്യം ഒരു കടായി അടുപ്പത്ത് വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ നാടൻ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അതിലേക്ക് നന്നായി കഴുകി തുടച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു 15 വെണ്ടക്കായ. അപ്പൊ ഒരു മീഡിയം ലെങ്തിലാണ് ഞാൻ വെണ്ടക്ക മുറിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആ വെണ്ടക്കയുടെ ഒരു വഴുവഴുപ്പൊക്കെ ഒന്നങ്ങ് മാറി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഇത്രയും മതി. ഇനി ഇതൊന്നങ്ങ് കോരി മാറ്റുക. ഇനി വേണേൽ മാത്രം കുറച്ചുകൂടി എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള മുറിച്ചത് ചേർക്കാം. അപ്പൊ ഇത് ഞാൻ പെട്ടെന്നൊന്ന് ആകാൻ വേണ്ടി ചോപ്പറിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണേൽ സ്ലൈസ് ചെയ്താലും മതിയാവും. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് കുറച്ച് മതി കേട്ടോ. ഇതിന് വെളുത്തുള്ളി ചേർക്കില്ല. ഇനി ഒരു പച്ചമുളക് കീറിയത്. ഇപ്പൊ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത്, എൻ്റെ കയ്യിൽ ഇപ്പൊ തീർന്നു പോയി. ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പൊ സവാള ജസ്റ്റ് ഒന്ന് വെന്താൽ മതി, അല്ലാണ്ട് ബ്രൗൺ ഷെയ്ഡ് ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അത്രയും വഴറ്റിയാല് കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പൊ ഞാനിത് പാക്കറ്റിലെ മുളക് പൊടി വാങ്ങിയതാണ്. അപ്പൊ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പൊ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് ചേർത്താൽ മതി. അതുപോലെ മല്ലിപ്പൊടിയും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി. അപ്പൊ വലിയ ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ. അതില്ലേല് തേങ്ങ അരയ്ക്കുമ്പോൾ പെരിഞ്ജീരകം കുറച്ചുകൂടി അരച്ച് ചേർത്താലും മതി. ഇനി ഇത് രണ്ടും ഇല്ലേല് സ്കിപ്പ് ചെയ്യാം. അപ്പൊ പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒരുപാട് വെന്തുടേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇങ്ങനെ മുറിച്ച് ചേർത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കായ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കണം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ നന്നായി പേസ്റ്റ് പോലെ അരച്ച് ചേർക്കാണ്. അപ്പൊ നന്നായിട്ട് അരയണം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊന്നങ്ങ് താളിച്ചൊഴിക്കണം. ഇത് നമ്മുടെ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണിത് കേട്ടോ. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു സൂപ്പർ കറിയാണിത്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സൂപ്പർ ഡിഷുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.